നമസ്കാരം കൂട്ടുകാരെ. LG കൂട്ടുകായം ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, പ്രസന്റഡ് ബൈ എലൈറ്റ് പായസം മിക്സ്, co-powered by MyG Future, Fira Foods, The Flavor of India, Hawkins, Milky Mist Sweet and Condensed Milk and Sunrich Refined Sunflower Oil. ഓണക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ അതിഥിയാരാണ് നമുക്കറിയണ്ടേ? ഡോക്ടർ ഹന റജി കോശിയാണ്. സ്വാഗതം ചെയ്യാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എനിക്കിപ്പം കാണുമ്പം എന്താണ് ഉണ്ടാക്കാൻ എക്സൈറ്റ്മെന്റിലാണ്. ഇത് ഓണ വിഭവങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ കുറേ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കി തരണമെന്നുണ്ട്. പക്ഷേ ഇത് ഓണക്കാലമാണ്. അപ്പോൾ സദ്യയുടെ കുറേ വിഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഇത്തവണ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. ഫുഡ് ആണല്ലോ അല്ലേ? അത്യാവശ്യം ചെറുതായി ഫാഷൻ രംഗത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ, ഡോക്ടറാണ്, അതുപോലെ ആക്ട്രസ് ആണ്, മൾട്ടി ടാസ്ക് ചെയ്യുന്ന അല്ലെ മൾട്ടി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എല്ലാം അറിയാവുന്നതാണ് ഡോക്ടറുടെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയണം. എങ്ങനെയാണ് ഈ മേഖലയിൽ ആദ്യം ഇത് ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കലാകാരി കുഞ്ഞുനാളിലെ ഉള്ള ഒരാളായിരുന്നോ അതോ പിന്നീട് വന്നതാണോ? അങ്ങനെയില്ല. എനിക്കെപ്പോഴും കലയുടെ ചെറുപ്പത്തിലെ ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നു. പിന്നെ പേരൻസ് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പഠിത്തം കഴിഞ്ഞിട്ട് മതി, ലൈക്ക് യു ഹാവ് ടു ഫോളോ യുവർ പാഷൻ എന്നുള്ളത്. അത് ഞാൻ ഫുൾഫിൽ ചെയ്തു. പഠിച്ചു കഴിഞ്ഞു. അപ്പൊ വീട്ടുകാരുടെ പാരന്റ്സിന്റെ നിർബന്ധമല്ല, അവരുടെ ആഗ്രഹവും എന്റെ രണ്ടുപേരുടെ ആഗ്രഹത്തിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് മെഡിക്കൽ ഫീൽഡും ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ കുഞ്ഞുനാളിലുള്ള പാഷൻ പിന്നീട് വന്നപ്പോൾ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഫുൾഫിൽ ആയിട്ട് ഇങ്ങ് വരികയാണ്. യെസ്. അപ്പോൾ ഇതിനകത്ത് വേറെ ആരാണ് ഇതിനകത്തൊരു ഇൻസ്പയറിംഗ്? പാരന്റ്സ് ആണോ അല്ലെങ്കിൽ വേറെ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എവ്രി വൺ. എനിക്ക് അങ്ങനെ ഒരാളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യാനില്ല. കുറേ പേരുണ്ടാവും. ഞാനിപ്പം എപ്പോഴും കലയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കലയെ എൻകറേജ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ഇൻസ്പിറേഷൻ ഫിഗേഴ്സ് തന്നെയാണ്. സോ എൻ്റെ ആഗ്രഹം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പം അവർ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പപ്പയും അമ്മയും അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചെയ്താലും നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ അവരുടെയും കൂടെ ഒരു സപ്പോർട്ടിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് വരുമ്പം മോർ സാറ്റിസ്ഫാക്ഷൻ. അതാണ് അല്ലേ? ഇതിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു എൻട്രി? ഞാൻ തുടക്കത്തിലെ മോഡലിംഗ് ആണ് ആഗ്രഹിച്ചത്. അപ്പോൾ കോളേജ് പഠിത്തം കഴിഞ്ഞപ്പോൾ ഐ ടോൾഡ് അപ്പയോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ഇങ്ങനെ മിസ് ഇന്ത്യ മത്സരങ്ങളിലൊക്കെ പോകണം. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഈ ചാനലുകളിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ, എന്താണെന്നൊന്നും അറിയില്ല കൂടുതൽ. പക്ഷേ രണ്ടും കൽപ്പിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആൻഡ് പോസ്റ്റ് ദാറ്റ് ലൈക്ക് സിനിമയിൽ നിന്ന് ഓഫറുകൾ വരാൻ തുടങ്ങി. അപ്പം തോന്നി എന്നാൽ പിന്നെ ഒന്ന് അഭിനയത്തിൽ നോക്കിയാലോ. അങ്ങനെയാണ് രക്ഷാധികാരി. അതല്ലേ ഫസ്റ്റ്? അത് ആദ്യം ഡാർവിന്റെ പരിണാമമാണ് ജിജു ആന്റണി സംവിധാനം ചെയ്തത്. അതായിരുന്നു ആദ്യത്തെ സിനിമ. പിന്നെ രണ്ടാം സിനിമയാണ് രക്ഷാധികാരി. അപ്പം ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എന്താ പറയുക, എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഐ വുഡ് സേ ഞാൻ ഇപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അതെ, ജസ്റ്റ് ലൈക്ക് നമ്മൾ പുതിയ ഡിഷുകളൊക്കെ അതുപോലെ ഇതുവരെയൊക്കെ ചെയ്തെങ്കിലും കൂമൻ എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര അത് ജിത്തു സാറിന്റെ മൂവിയാണ്. ആസിഫ് അലി നന്നായിട്ടൊരു പ്രത്യേക ക്യാരക്ടർ. ഞാൻ തന്നെ അത് 2 തവണ കണ്ടു. എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിനകത്ത് ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ? ഇപ്പോൾ ഒരു ചുരുങ്ങിയ സമയത്ത് തന്നെ നല്ലൊരു ഡയറക്ടർ ജിത്തു സാറ് അത് കാസ്റ്റ് ചെയ്യുന്നു. അത് നല്ല നിരൂപക പ്രശംസ നേടിയ ഒരു ചിത്രത്തിൽ അഭിനയിക്കുക, പിന്നീട് അതിനൊരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ എക്സ്പെരിമെന്റ് ഒക്കെ വർക്കായി എന്ന് തോന്നില്ലേ? അപ്പോൾ ആ ഇംപ്രൂവൈസേഷൻ, ഡാർവിന്റെ പരിണാമം മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ കൂമനിലൊക്കെ എത്തി നിൽക്കുമ്പം നമ്മൾ പരീക്ഷിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അഡാപ്റ്റ് ചെയ്തതിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു എന്ന് ഇപ്പം തോന്നില്ലേ? സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ കൂടുതലും ആൾക്കാർ കണ്ടവർ നമ്മുടെ അടുത്ത് ഇപ്പം വന്ന് അഭിപ്രായം പറയും. ഇപ്പം ഷെഫ് പറഞ്ഞില്ലേ അത് നല്ലതാണെന്ന്. ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറൊന്നും തുല്യതപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാള സിനിമയിൽ തന്നെ ഒത്തിരി ഗ്രേറ്റ് ആക്ട്രസസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഉണ്ടതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ ആദ്യം മുതൽ കണ്ടതാണോ, ഏതറിയ ആയിക്കോട്ടെ? കുറേ പേരുണ്ട്. ഇപ്പം ഫസ്റ്റ് പറയുമ്പോൾ എനിക്ക് ശോഭന മാം, രേവതി മാം, നമ്മുടെ സിനിമകളിൽ അവരെ കണ്ടത്. അവരെ ഇപ്പോഴും ഐ തിങ്ക് എല്ലാവരും അവരുടെ സിനിമകൾ വരുമ്പോൾ കണ്ടുകൊണ്ടേയിരിക്കും. അതെ. ആൻഡ് മമത മോഹൻദാസ്, ഐ ലവ് ഹർ വേഴ്സറ്റാലിറ്റി. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അവരുടെയൊക്കെ സിനിമകൾ കൂടുതലും കാണാറുണ്ട്. നേരത്തെ ബാക്കിയുള്ളവരുടെ കാണാനല്ല, എല്ലാവരുടെയും കാണും. ഇവരോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണോ അതോ വളരെ കുറവാണ്? കള്ളം പറയാമോ? സത്യം പറയാമല്ലോ, അത് നമുക്ക് പറയാം. നൂഡിൽസ് ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും, അങ്ങനത്തെ ഒക്കെ. നൂഡിൽസ് മാഗി നൂഡിൽസ് ആണോ? അതെ. പപ്പടം കാച്ചുവോ? പപ്പടം കാച്ചും. ചായ ഇടാൻ അറിയോ? ചായ അറിയാം, പക്ഷെ എന്നാൽ അതിന്റെ മധുരത്തിന് ചിലപ്പോൾ ഒരു വേരിയേഷൻ വന്നു വരും. അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ മുട്ടയൊക്കെ ബോയിൽ ചെയ്യാൻ അറിയാം? അതെ, അറിയാം. ശരി. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡിഷ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തെക്കൻ കേരളത്തിലൊക്കെ ഇഞ്ചിക്കറി എന്ന് പറയും, വടക്കൻ കേരളത്തിലാകുമ്പോൾ പുളിയിഞ്ചി. അപ്പോൾ ആ പുളിയിഞ്ചിയുടെ ഒരു വേർഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എനിക്ക് ആക്ച്വലി സദ്യയിൽ വിളമ്പുമ്പോൾ ഈ പുളിയിഞ്ചിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അവിയലും പുളിയിഞ്ചിയും ഒക്കെ. അവിയലാണ് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് സദ്യയിലെ. ആൻഡ് പുളിയിഞ്ചി, പുളി ഫ്ലേവർ ഐ ലവ്. ശരിക്കും സ്വദേശം ബോൺ ആൻഡ് ബോട്ട് എറണാകുളത്ത് തന്നെ, പേരൻസ് മാവേലിക്കര, അമ്മ കോലഞ്ചേരി. കൊച്ചി സിറ്റിയിൽ ജനിച്ചു വളർന്ന ഇപ്പൊ ഈ ഒരു സിനിമയിൽ ഇപ്പൊ ഇവിടുത്തെ ഒരു നമ്മുടെ മോസ്റ്റ് ഹാപ്പനിങ് സിറ്റിയാണ് കേരളത്തിലെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം ഈ കൊച്ചിയിലെ ട്രെൻഡ്സ് ആണ് കേരളത്തിലൊക്കെ നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലുള്ള ഉണ്ടെങ്കിൽ പോലും ഒരു മെയിനായിട്ട് ഒരു ബിസിനസ് ഹബ് എന്ന നിലയിൽ കൊച്ചിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി അപ്പോൾ ഇപ്പോഴും ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ ജെൻസി ആയാലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെയാണ് കൊച്ചി റേറ്റ് ചെയ്യുന്നത്? ഹൗ ഈ സിറ്റി ആസ് എ ഒരു ഫാഷൻ മോഡൽ സിനിമയിലേക്ക് വരുന്ന ഇവിടെ ജനിച്ചു വളർന്ന ഒരു തനി കൊച്ചിക്കാരിയായ നിലയിൽ പറയുമ്പം എങ്ങനെയാണ് ഈ കൊച്ചി സിറ്റി എന്ത് ഹെൽപ്പ് ചെയ്തു? ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഇവിടുത്തെ സൊസൈറ്റി എങ്ങനെ ഹെൽപ്പ് ചെയ്തു ആസ് എ പേഴ്സൺ? അപ്പോൾ എത്ര ഓപ്പൺ അപ്പ് ആണെന്ന് ഈ നഗരം? ഇപ്പം സാർ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റി ഇപ്പം ലൈക്ക് ഫാഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലാണ്ട് ഭയങ്കരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. എന്നെ അത് ഹെൽപ്പ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻ്റെ മൈൻഡ് ഇപ്പോഴും ആ ഒരു ഓൾഡ് മൈൻഡിൽ കിടക്കുന്ന ഒരു ടൈപ്പാണ്. സോ കൂടുതൽ ഇപ്പോൾ ജെൻസി ജനറേഷൻ അവരുടേതായിട്ടുള്ള ശീലങ്ങളൊന്നും ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായിട്ടൊരു കാഴ്ചപ്പാടിൽ പോകുന്നു. പക്ഷേ ഇപ്പം സിനിമയിൽ അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി അത് കാണുമ്പോൾ, പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം റീൽസും എല്ലാം കൂടുതലും കൊച്ചിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കുറെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കാണുമ്പം നമുക്ക് ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ അത് കൂടുതൽ പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ബേസിക് നേച്ചർ ഇഷ്ടങ്ങളെല്ലാം മാറിയിട്ടില്ല, പഴയതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണോ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൻ്റെ ഒരു വലിയൊരു കുട്ടിയുടെ അപ്പം തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ബെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് എഫർട്ടും എടുക്കുന്ന ഒരാളാണെന്ന് ഞാൻ ആദ്യം കാണാണ്ട് തന്നെ പറയും. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണോ? പക്ഷേ എനിക്കത് അങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചതും ഇല്ല. പിന്നെ ഡയറക്ടർ, കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണത് ചെയ്തത്. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഞാൻ കുറച്ചും കൂടെ ചൈൽഡിഷാണ്. അപ്പം ഒരു കുട്ടിയുടെ അമ്മയായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഐ വാസ് ലൈക്ക് ഓക്കെ, അപ്പൊ ചെയ്യാം. കണ്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഈ കുമ്മൻ വരെ എത്തുക. അല്ലാണ്ടെങ്കിൽ അല്ല, ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഒരു നമ്മുടെ ഇപ്പൊ കറണ്ട് എറയിലെ ഏറ്റവും നോട്ടഡ്, എല്ലാവരും അഡ്മയർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആ മൂവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്ത സിനിമയിൽ അപ്പോൾ അതിനകത്ത് കാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എടുത്ത എഫർട്ടുകളുണ്ട്. യെസ്. ഇപ്പം നമ്മളിപ്പോൾ കുറേ സിനിമ ചെയ്തു, ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് തന്നെ റെസ്പോൺസിബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചു. പ്രേക്ഷകർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണമെന്ന് നമുക്കും തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇപ്പം ഓരോ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹന്ന എങ്ങനെയാണ് ഇപ്പം കാണുന്നത് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിന് വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട്? ഇപ്പോൾ ശോഭന മാം, രേവതി മാം അല്ലെങ്കിൽ അവരൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ ഇൻസ്പയർ ചെയ്ത ഒരു ആക്ട്രസ് എന്ന നിലയിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് വരുമ്പം കുറേ കൂടെ അതേപോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫർട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ചെയ്ത കഥാപാത്രത്തിന്റെ പോലെ സ്റ്റീരിയോടൈപ്പ് ആവാതെ വ്യത്യസ്തത വരുത്തിയ കഥാപാത്രങ്ങൾ അല്ല വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിന് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നമുക്ക് നല്ല കഥാപാത്രം കൊണ്ടു തരണം. അതെ, ഇപ്പൊ ഓൾറെഡി ഒരു സർട്ടൺ ടൈം ആയി. അപ്പൊ നെക്സ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ടൈം ആയിരിക്കും. അപ്പൊ ഇത് തുടങ്ങി മെല്ലെ വന്നു, പ്രൂവ് ചെയ്തു, എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇപ്പൊ അറിയാം നിങ്ങൾ ഇങ്ങനെ അഭിനേതാവാണ്. അപ്പൊ നല്ല നല്ല ക്യാരക്ടർ തരാനായിരിക്കും ഇനിയുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഇപ്പൊ അവരൊരു കഥാപാത്രം, ഒരു നല്ലൊരു കേന്ദ്ര കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പം ഹനയുടെ പേര്
അവരുടെ മനസ്സിലെത്തുമ്പോൾ അതനുസരിച്ച് എഴുതി പിടിപ്പിക്കുമ്പോൾ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണല്ലോ. റെഡിയാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിത്രങ്ങൾ കാണുക. അതെ, ബിക്കോസ് ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോഴാണ് ആൻഡ് ബി എ ഗുഡ് ഒബ്സർവർ. സത്യം. അപ്പൊ അന്നേരം എനിക്ക് അത് ഏത് സിനിമയാണ്, മലയാളമാണോ എല്ലാ ഭാഷയിലും കാണുന്നത്? എല്ലാ ഭാഷയിലും കാണാറുണ്ട്. പിന്നെ OTT വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഇരുന്ന് കൊറിയൻ വരെ ഇരുന്ന് കാണും. അപ്പൊ മലയാള സിനിമ അല്ലാത്ത മോസ്റ്റ് ഫേവറേറ്റ് ലാംഗ്വേജ് ഏതാണ്? ഐ തിങ്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷാണ് കൂടുതലും കാണുന്നത്. മലയാള സിനിമയിൽ വന്നതിന് ശേഷമാണ് കാണുന്നത്. മലയാള സിനിമ ഇതൊക്കെ പണ്ടത്തെ ഒരു 80s to 90s ആ ഗോൾഡൻ എറയിലൊക്കെ ഉള്ള എല്ലാ ശോഭനയും അല്ലെങ്കിൽ രേവതിയൊക്കെ അഭിനയിച്ച് തകർത്ത സിനിമകളൊക്കെ. അതിനു മുമ്പ് നമ്മുടെ ശാരദാമ്മ ആ ഒരു ടൈം മുതലുള്ളൊരു സിനിമകളുണ്ട്. തുലാഭാരം മുതലുള്ള തുലാഭാരം ഒക്കെ ഉണ്ടോ? കേട്ടിട്ടുള്ളൂ, കണ്ടിട്ട് കാണണം. ശരി, ഇതേ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുകയാണ്. ഞാൻ വീട്ടിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ അതൊന്നും മാറേണ്ട ആവശ്യമില്ല. കടുകൊക്കെ ഭയങ്കര നമ്മുടെ ഫ്രണ്ട്ലിയാണ്. അത് ഈ വെള്ളമൊക്കെ ചേർത്ത് ഇടുമ്പോഴാണ് പൊട്ടിച്ചു തരുന്നത്. അപ്പോൾ കടുക് പൊട്ടി, ലേശം ഉലുവ എന്ന് പറയുന്നൊക്കെ അറിയാലോ അല്ലേ? മമ്മി ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്താണ്? നിങ്ങളുടെ മാവേലിക്കരക്കാരെ കോഴഞ്ചേരി ഫാമിലി മീൻകറിയാണ് ഏറ്റവും ഫേവറേറ്റ്. ബീഫ് ഒലത്തിയതും. ഓ, മമ്മി ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് അത് രണ്ടും എനിക്ക് ഇഷ്ടം. മമ്മിയുടെ ഒരു പ്രത്യേക മീൻകറിയാ. എനിക്ക് റെഡ് കളറിലുള്ള മീൻകറിയാ ഇഷ്ടം, മുളകിട്ട മീൻകറി. അത് മമ്മ കുറെ നേരം എടുത്ത് ഉണ്ടാക്കും, നല്ല കുറുകിയിരിക്കും. അതെനിക്ക് ഭയങ്കര ചാറ്. ഐ ലവ് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇതല്ലാണ്ട് ഇപ്പം സിനിമ അല്ലാത്ത സമയം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ടൈം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ഹോബി ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ വന്നപ്പം വേറെ കുറേ ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിലോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ ഷൂട്ട് ഇല്ലെങ്കിൽ സ്വയം നമ്മൾ ഇരിക്കുമ്പം ഏറ്റവും മൂവി വാച്ച് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ട്രാവൽ പോകുന്നതാണോ അല്ലെങ്കിൽ കുറേ വായിച്ചിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ പലതരം ആ ഹോബി ഉണ്ട്. എന്താണ് അന്നയുടെ ഹോബി? എല്ലാവർക്കും ബോറടിക്കുന്ന ഒരു പരിപാടി പറയൂ, അതൊക്കെ കേൾക്കാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം. മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. വെരി ഗുഡ്. ഐ ലവ് ഇറ്റ്. പക്ഷെ അത് ആൾക്കാർ വിചാരിക്കും അത് ചുമ്മാ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ബി എ ബോറിംഗ് പ്രോസസ്. ബട്ട് ഐ തിങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ, കാരണം ഈ ഒരു ബിസിയസ്റ്റ് ലൈഫ് എല്ലാവരും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, സ്ട്രെസ്, അത് വർക്ക് റിലേറ്റഡ്, ഫാമിലി, റിലേഷൻഷിപ്പ്, അത് കുട്ടികളുടെ പഠനം, എവറി ഏജിൽ ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുമ്പം അവിടെ സ്ട്രെസ് റിലേറ്റഡ് ഇൻലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ലീവൊക്കെ എടുക്കും. നമുക്കത് എന്താണെന്ന് പോലും അറിയില്ല അന്ന് സ്ട്രെസ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അത് പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് കേൾക്കുന്നത് ഈ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഏറ്റവും വലിയ ഹോബിയായിട്ട് ഒരാൾ മാറ്റി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മറ്റേത് അവരുടെ പാർട്ട് ഓഫ് ലൈഫിൽ ഹോബി വേറെ, ഇത് വേറെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലെ അതിനൊരു അഡ്വൈസ് ഈ ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇതൊക്കെ വളരെ ആ ചിരി കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊക്കെ ഇത് ഇന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആൻഡ് ഹൗ യു ഫോളോ നിങ്ങളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ അതിന് എങ്ങനെ സമയം കണ്ടെത്തുന്നു, അത് എങ്ങനെ ചെയ്യണമെന്നൊരു സിമ്പിൾ നമ്മുടെ പ്രേക്ഷകരോട് ടേംസിൽ പറയാം. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ലൈക്ക് മെഡിറ്റേഷനിൽ ഞാൻ കൂടുതലും എനിക്ക് പറയാൻ അധികം ആധികാരികമായിട്ട് അറിവില്ല. ബട്ട് സ്റ്റിൽ കുറേ ലൈക്ക് പീപ്പിൾ ഹൂ ടീച്ച് മെഡിറ്റേഷൻ അവരിൽ നിന്നൊക്കെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും കേട്ട് അത് ഞാൻ ഷെയർ ചെയ്യാം. സോ വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് ഇസ് നമ്മളെപ്പോഴും എല്ലാവരും വി ആർ ബിസി ഇൻ അവർ ഓൺ ലൈഫ്, എല്ലാ കാര്യത്തിലും ഓടിക്കൊണ്ടേയിരിക്കുക. സോ വി ഡോണ്ട് ഗിവ് ടൈം ടു തിങ്ക്. സോ കുറച്ച് നേരം നമ്മളുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് മേക്കിംഗ് യുവർ മൈൻഡ് ബ്ലാങ്ക്, അതായത് നിശ്ചലമാക്കി വെക്കുക. അല്ലെങ്കിൽ അതിന് മലയാളം വാക്ക് എനിക്കറിയില്ല കറക്റ്റ്. അതായത് ഒന്നുമില്ലായ്മ, ശൂന്യതയിലേക്ക് പോവാന്ന് പറയും. പറയുന്നെങ്കിലും ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളത്, കാരണം അത് വളരെ ഒരു പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു അനുഭൂതി എന്നാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. എനിക്കത് പറ്റുന്നില്ല, കാരണം നമ്മളൊക്കെ ഞാൻ അറിയാം ഒത്തിരി ബിസി ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് അത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഒന്ന് നിശബ്ദമാക്കി അതിനെ ഒന്ന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊടുത്താൽ തന്നെയുള്ള റിസൾട്ട് ഇല്ലേ, ആ ഒരു 10 മിനിറ്റ്. പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളത് അത് കുറേ പ്രാക്ടീസ്. 2012 ആദ്യമായിട്ട് മെഡിറ്റേഷൻ തുടങ്ങിയത്. ഓക്കെ, 2012 മുതൽ. അപ്പോൾ ഐ തിങ്ക് എനിക്ക് ആ ഒരു കാംനെസ്സിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. പക്ഷെ അത് വരുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു മെസ്സി, നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് വൈകുന്നേരം വരെയുള്ള ഒരു ചാർട്ടഡ് പ്രോഗ്രാംഡ് ജീവികളാണ്. അതിനിടയ്ക്ക് വി ഗിവ് അവർ സെൽഫ് ടൈം, നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിൻ്റെ ഇടയിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയാണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഫുള്ള് തീരട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, ഉലുവ, ചുമന്ന മുളകിട്ടു, അന്ന് വറുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചോപ്പ് ചെയ്ത് ഇഞ്ചി, അതിനുശേഷം പച്ചമുളക് കൂടി ഇട്ടൊന്ന് വറുത്താണ്. ഇതിനകത്ത് ഇഞ്ചിയുടെ 2 വേർഷനായിട്ട് നമ്മൾ ചെയ്യുക. സാധാരണ പച്ച ഇഞ്ചി ഇട്ടിട്ടും ചെയ്യാം, ഇത് ഇഞ്ചി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ. ഇഞ്ചി ഇത് എല്ലാവർക്കും അറിയാം, ഇഞ്ചി കറിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. പുളിയിഞ്ചിക്ക് സാധാരണ പച്ച ഇഞ്ചി ഇടാം, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇഞ്ചി നല്ല ഫൈൻ സ്ലൈസായിട്ട് ചെയ്തിട്ട് ഈവൻലി എണ്ണയിൽ വറുത്തെടുത്തിട്ട് പൊടിച്ച ജിഞ്ചർ പൗഡറാണ്. വേണമെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കും, നല്ല സ്മെല്ലായിരിക്കും ഇഞ്ചിയുടെ. അപ്പോൾ കുറച്ച് ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്നെസ് ആയിട്ട് വരും. അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട സ്പൈസസ്: കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൂടൊക്കെ ഇട്ട് കറി ലീവ്സ് ഇതിനകത്തിടുന്നു. അപ്പോൾ ഈ മസാലകളെല്ലാം ഉണ്ടായി കറക്റ്റ് ഇതിനെ ഒന്ന് സോട്ട് ചെയ്യാണ്. ഞാനും ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ട് ഇതുപോലൊക്കെ ശ്രമിക്കും. അതെ, അവസാനം വേറെ എന്തെങ്കിലും ഡിഷാവും, അവർ പറഞ്ഞ ഡിഷായിരിക്കില്ല. അതൊക്കെ അങ്ങനെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ ചെയ്ത് ഇതൊരു ആദ്യമായിട്ടൊക്കെ ഇപ്പം മമ്മി ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പക്ഷെ 10 ടൈംസ് ഇനി അടുത്ത തവണ 10 ദിവസം അമ്മയുടെ അടുത്തുണ്ടെങ്കിൽ ആ കറി ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു രീതിയും ആ ഒരു മെത്തേഡ് കറക്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ 2012 തൊട്ട് ഫോളോ ചെയ്ത് ഇപ്പോൾ ഇതുവരെ എത്തിയെങ്കിൽ ഒരാഴ്ച വിചാരിച്ച ആ മമ്മിയെക്കാട്ടി ബെസ്റ്റ് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള താല്പര്യം കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് യെസ്, കൊടുക്കണം. നമ്മൾ ഈ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്കില്ലാണ്. അപ്പോൾ എപ്പോഴായാലും ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെടും, ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയമൊക്കെ വരും. അന്നേരം പോയി സ്വിഗ്ഗി, സൊമാറ്റോ ഓർഡർ ചെയ്യേണ്ടി വരുന്നതും നല്ലതാണ്. പക്ഷെ ഇത് പാചകത്തിൻ്റെ ഒരു ബേസിക്കായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഇത് ഈ മസാലയൊക്കെ അത്യാവശ്യം ഇതായി. നമ്മൾ ഇനി ഇതിനകത്ത് പുളി ആഡ് ചെയ്യാണ്. അപ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചേക്കുവാണ്, വാളംപുളിയാണ് ഒഴിക്കുക. അപ്പോൾ ഇത് പുളിയും മധുരവും അതെ പുളി എന്ന് പറയുമ്പോൾ അപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇഷ്ടമാണല്ലേ? എല്ലാം ഇഷ്ടം, പുളിയുള്ളതൊക്കെ ഇഷ്ടം. ഇപ്പം എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പൊ ഹന്നയുടെ ഓണം എങ്ങനെയാണ്? ഇപ്പൊ ചെറുപ്പത്തിലുള്ള അത് ഭയങ്കര എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ചെറുപ്പത്തിൽ എങ്ങനെയുള്ള ഓണമായിരുന്നു, ഇപ്പൊ എങ്ങനെയുള്ള ഓണമാണ്? ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസിഷൻ മേക്കറാണ്. അപ്പൊ അത് കഴിയുമ്പോൾ ഓണം എങ്ങനെയാണ്? അപ്പൊ ഓണത്തിന് അപ്ഗ്രേഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇലയിലാണെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് ഇല കിട്ടും. ബട്ട് സോ ഫാർ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരു ഗ്യാതറിംഗ് ടൈം ഉണ്ടാവുമല്ലോ, ഓണപ്പൂക്കളം ഉണ്ടാക്കുക, ഇടുക. ആൻഡ് ദെൻ പക്ഷെ ഇങ്ങനെ ഭയങ്കര കുക്കിംഗ് ലാവിഷായിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ പണ്ട് കുറച്ച് നാൾ മുമ്പ് മേ ബി ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അതിന് ടൈം ഉണ്ടായിരുന്നു, എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞ പോലെ സ്വിഗ്ഗി, സൊമാറ്റോ ഓൺലൈനിൽ അവൈൽ കിട്ടും, ഓൺലൈനിൽ എല്ലാം കിട്ടും ഓൺലൈൻ. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. തീർച്ചയായിട്ടും അത് നമ്മളുടെ അടുക്കളയിൽ നമ്മളുടേതായ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ആ ഫ്ലേവറും ആ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ ഒരു രുചിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ വേറെ കഴിക്കാൻ പറ്റില്ല. യെസ്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഫാഷൻ രംഗത്ത്, അപ്പോൾ അത് ഫാഷൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ്, അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയ ഇതിലൊക്കെ പങ്കെടുത്ത ഒരാള്, ആ ഫാഷൻ സെൻസ് നമ്മളെ ഒരു ആക്ട്രസ് എന്ന നിലയിൽ എല്ലാവർക്കും അതില്ല. എല്ലാവരും അഭിനയത്തിലേക്ക് വന്ന് അഭിനയ പ്രതിഭ കൊണ്ട് പിന്നീട് ഫാഷൻ ഓട്ടോമാറ്റിക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല അവരുടെ മാനേജേഴ്സ് വരും, അല്ലെങ്കിൽ നല്ല അഡ്വൈസ് കിട്ടി ഫാഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫാഷൻ സെൻസ് ആദ്യം ഉള്ളത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ പറയൂ. എനിക്ക് തുറന്നു പറയണമെങ്കിൽ ഫാഷൻ സെൻസ് ഇല്ല, അങ്ങനെയില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. മത്സരങ്ങളിൽ പോകുമ്പം there are so many people to guide us. ഡിസൈനേഴ്സ് ഉണ്ട്, അവർ തരുന്ന ഔട്ട്ഫിറ്റ്സ് നമ്മൾ ധരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലി വന്നിട്ട് ഹന്ന ഏതൊക്കെ കോമ്പിനേഷൻസ് ആയിരിക്കും നല്ലതെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവ് വളരെ പരിമിതിയിലുള്ള അറിവേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ എന്നെ അത് ഹെൽപ്പ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയിൽ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ക്യാമറയുടെ മുന്നിൽ പല വസ്ത്രധാരണങ്ങൾ വരുമ്പം എനിക്കത് ചേരുമോ ഇല്ലയോ എന്നുള്ള സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അപ്പം അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൽഫായിട്ട് പോയി സെലക്ട് ചെയ്തൊരു നല്ല വാർഡ്രോബിൽ നിന്ന് കളക്ട് ചെയ്ത് വരാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, ഈ കൂമനിൽ ജിത്തു സാറ് വിളിച്ചതാണോ ഏറ്റവും ടെൻഷൻ ആയത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇവന്റെ മിസ് ഇന്ത്യ മത്സരം? ആ മത്സരത്തിന്റെ ഫൈനലിൽ അവരുടെ അല്ലെങ്കിൽ അതിന്റെ ജഡ്ജസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായത്? അത് രണ്ടും വ്യത്യസ്തമായ രണ്ടും ടെൻഷൻ തന്നെയായിരുന്നു. ഓക്കെ, എങ്കിൽ രണ്ടിനെ കുറിച്ചും പറയൂ, ആ ഒരു അനുഭവം. ഇപ്പം ജിത്തു സാറിന്റെ രണ്ടാമതൊരു സിനിമ ചെയ്തിരുന്നു, മിറാഷ് എന്ന് പറഞ്ഞു. അതിപ്പം കഴിഞ്ഞ വർഷം റിലീസായിരുന്നു. സെയിം ക്രൂ തന്നെയായിരുന്നു. സോ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സാറ് വീണ്ടും വിളിച്ചതിലും
സന്തോഷം ഇപ്പോൾ. അതെ സാർ ആദ്യം എനിക്കൊരു ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ടേ സെലക്ട് ചെയ്തുള്ളൂ. അപ്പം ദാറ്റ് വാസ് ഓൺ സാറ്റർഡേ. അപ്പം എൻ്റെ അടുത്ത് ലുക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അടുത്ത് ആദ്യമേ സിനിമയുടെ ക്ലൈമാക്സും എല്ലാം പറഞ്ഞു തന്നു. ഇതാണ് കഥാപാത്രം, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ദെൻ ഹി സെഡ് നാളെ 8 മണിക്ക് മുന്നേ അപ്ഡേറ്റ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു. 8 മണിക്ക് മുന്നേ എന്ന് പറഞ്ഞില്ല, നാളെ അപ്ഡേറ്റ് ചെയ്യാന്നേ പറഞ്ഞുള്ളൂ. സോ അന്ന് ശനിയാഴ്ച വൈകിട്ട് തൊട്ട് ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് സാറിൻ്റെ കോൾ വരുന്നത്. അതുവരെ അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. അതായത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അതൊരു 8 മണിക്ക് സാർ വിളിച്ചപ്പോൾ ഉണ്ടായ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മിസ് ഇന്ത്യ മത്സരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പം വി ഹാവ് ടു ബി വെരി സ്പോണ്ടേനിയസ്. ആലോചിച്ചിങ്ങനെ നിൽക്കാൻ സമയമില്ല. അപ്പം എനിക്ക് ആ സ്പോണ്ടേനിറ്റി അത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അത് ഐ തിങ്ക് എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവുന്നതാണ്. എനിക്കും അത് ഉണ്ടായിരുന്നു. അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി 4ാം സ്ഥാനം ലഭിച്ചു എന്നേ ഉള്ളൂ. ഫസ്റ്റ് കിട്ടിയില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ദി എക്സ്പീരിയൻസ്. ബിക്കോസ് നമുക്കതിലൂടെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി, പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവാൻ പറ്റി സ്റ്റേജിൽ. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കുട്ടികളൊക്കെ ഇപ്പോഴും ആ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ഒരുപാട് പണ്ടത്തെക്കാൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരി ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഫാഷൻ ഷോസും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ അവരുടെ അപ്പിയറൻസും ഫാഷനും ഇതൊക്കെ ഏത് രീതിയിലാണ്. അപ്പോൾ അതിന് എന്ത് പ്രിപ്പറേഷനാണ് ചെയ്ത്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ താല്പര്യമുള്ള ഫാഷനിൽ ഷോയിലൊക്കെ താല്പര്യമുള്ള കുട്ടികളോട്, ഈ ആസ്പിയറിംഗ് ആയിട്ടുള്ള കുട്ടികളോട് എന്ത് അഡ്വൈസാണ് ഒരു ഇതിനകത്ത് പങ്കെടുത്ത ഒരാളെ നിലയിൽ പറയാൻ പറ്റും? സാർ ഇപ്പോൾ പറഞ്ഞില്ലേ കുക്കിങ്ങിന് എനിക്ക് വേണ്ടത് താല്പര്യമാണ്. അത് തന്നെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡു കീപ്പ് ഓൺ ലേണിംഗ്. ബിക്കോസ് അതൊരിക്കലും ഒരു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പഠിച്ചു എന്നാൽ ശരി ഞാൻ റെഡി ആണെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ജനറൽ നോളേജിലല്ല ഈ പറഞ്ഞിരിക്കുന്ന ബ്യൂട്ടി പേജൻസിൽ ചോദിക്കുക. കൂടുതലും പ്രാക്ടിക്കൽ, റിയൽ ലൈഫിൽ പ്രാക്ടിക്കലായിട്ടുള്ള എത്രമാത്രം നമ്മൾ പറയും പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ് കൂടുതലും അവർ നോക്കുന്നത്. നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, ലൈക്ക് നിങ്ങളൊരു 100 വർഷം മുന്നേ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും? നമ്മൾ ഭയങ്കര ഹിസ്റ്ററി പഠിച്ച ഒരു കുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നോട്ട് എ റൈറ്റ് ആൻസർ. What you have to do is you have to give a very diplomatic and a very witty answer. അത് രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണം. ആൻഡ് അത് കേൾക്കുമ്പോൾ നമുക്കത് ഇംപ്രസീവ് ആയിരിക്കണം. അതിനു വേണ്ടി യു ഹാവ് ടു വാച്ച് വീഡിയോസ്, റീഡ് ആൻഡ് പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് വായന ഉണ്ടായിരുന്നു? യെസ് ഐ എം ആൻ avid reader. ഇപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഹോബി ഈസ് റീഡിംഗ്. ഐ ലവ് റീഡിംഗ്. ഏതുതരം പുസ്തകങ്ങളാണ്? സെൽഫ് ഹെൽപ്പ് ആണ് കൂടുതൽ. പണ്ട് നോവൽസ് ആയിരുന്നു, പക്ഷെ നോവൽസ് വായിച്ചു മടുത്തു. സെൽഫ് ഹെൽപ്പ്. അപ്പോൾ ഏറ്റവും ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും 1-2 നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും ഹന്നയ്ക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ട്, ഇപ്പോൾ ഇത്രയും avid റീഡറാന്ന് പറഞ്ഞു, അപ്പോൾ അത് ഇനി ജോണർ ആയിക്കോട്ടെ, അതിപ്പം ഏതാണെങ്കിലും ഇതുവരെ വായിച്ച മെമ്മറിയിലുള്ള ആരെങ്കിലും ഇനി വായിക്കാൻ താല്പര്യമുള്ള ഇനിയൊരു 1-2 പുസ്തകങ്ങളുടെ പേര് പറയൂ. മൈ ഫേവറേറ്റ് ബുക്ക്, അത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. ഐ തിങ്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ് സീക്രട്ട് ബൈ റോണ്ട ബ്രൈൻ എന്ന് പറയും. അത് ആ റൈറ്ററിൻ്റെ ആണ്. സെക്കൻഡ് ബുക്ക് ഇസ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇഫ് യു റീഡ് ഇറ്റ്, ദാറ്റ് ഈസ് നമുക്ക് ലൈഫിൽ ഒരു തവണ വായിച്ചാൽ ലൈഫ് ലോങ് മരണം വരെ നമുക്ക് കൊണ്ട് നടക്കാവുന്ന ഇൻഫർമേഷൻ അതിലുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ടു ലിവ് ബട്ട് ഹൗ ടു തിങ്ക് പോസിറ്റീവ്ലി. നമുക്ക് എന്തൊരു സാഹചര്യം വന്നാലും തളരാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ആ പുസ്തകങ്ങളിൽ അതിൻ്റെ ഉള്ളടക്കം അതാണ്. സോ ഐ തിങ്ക് ദീസ് 2 ബുക്സ് ഐ വിൽ സജസ്റ്റ് ടു എനിവൺ. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നതാണ്. തമ്മിൽ ഒരുപക്ഷെ എന്നെ അറിയാം, എനിക്കും അറിയാം, സിനിമ കണ്ടുള്ള പരിചയമുണ്ട്, അല്ലെങ്കിൽ ഷെഫാന്നുള്ള രീതിയിൽ അറിയാം. ഞങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ടൈം ഇവിടെ ഈ ഒരു സ്റ്റേജിൽ മീറ്റ് ചെയ്തിട്ട് ഇത്രയും സരളമായിട്ട് സംസാരിക്കാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഒന്നും പ്രിപ്പയർഡ് അല്ല. ഇവിടെ വെച്ച് എനിക്ക് ലൈവായിട്ട് തോന്നുന്ന ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഇത്രയും സരളമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ വായനയിലൂടെ നേടിയെടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഈ 2 പുസ്തകങ്ങൾ തന്നെ വായിക്കണം. അത് വായിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരാളുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. അപ്പോൾ വായന തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്കില്ലിനെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പദസമ്പത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, അല്ലേ? കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ വായന എന്ന് പറയുന്ന ശീലം എപ്പോഴും വേണം, ഇല്ലേ? ഇതിനകത്ത് നമ്മൾ അവസാനത്തെ പൊടിക്കൈയായിട്ട് ഒരു അല്പം LGയുടെ കൂട്ടുകായം ചേർക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പുളിയിഞ്ചി ഇഞ്ചിപ്പുളിയുടെ മിക്സ് ഓഫ് ആ കറി റെഡി ആയിരിക്കുകയാണ്. അതായത് Chef. വനജ
ഓണം ഹന്ന. ഹാപ്പി ഓണം to How do? അത് തന്നെ. എന്താ ഇത്, എന്തൊരു മാറ്റം. അതാണ് മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഞാൻ മാറി. എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, എൻ്റെ സ്വഭാവം മാറി. എങ്ങനെയുണ്ട്? ആ കുത്തിത്തിരിപ്പൊക്കെ മാറിയോ? എല്ലാം മാറി, ആക്ച്വലി എല്ലാം മാറി. ഞാനിവിടെ ഇന്ന് ഹന്നയ്ക്ക് വേണ്ടിയിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഇഞ്ചിയൊക്കെ അരിയാൻ ഒരാളെ വരുമെന്ന് ചൊല്ലി ഇരുന്നിട്ട് ഇത് ഈ ഒരു ഗെറ്റപ്പിൽ വരുമെന്ന് ഞാൻ പോലും കരുതിയില്ല. എങ്ങനെ പറയാൻ തോന്നുന്നു ഇത് ഇട്ടോണ്ട് പുളിയിഞ്ചി അരിയാൻ? അല്ല, ഞാൻ ഇങ്ങനെ കാണുവാണെങ്കിൽ അങ്ങനെ വിളിക്കുക കൂടിയില്ലായിരുന്നു. ആക്ച്വലി ഞാനൊരു സർപ്രൈസുമായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അത് ഹന്നയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഷെഫ്, ഞാനൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. വനജ ഫ്ലവർ ഷോപ്പ്. വനജ ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് ഞാൻ ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പൊ അതിന് എനിക്കൊരു മോഡലിനെ വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ഷെഫിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടി വന്നേക്കും. ആ ഷെഫിന്റെ കെയർ ഓഫില് മാമിനെ ഒന്ന് എന്താ വേണ്ടത്? എനിക്കൊരു മോഡലായിട്ട് ഹന്നയെ ഒന്ന് കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. മോഡലായിട്ട് ഈ ഫ്ലവർ ഷോപ്പിന്റെ എനിക്കൊന്ന് ജസ്റ്റ് എന്റെ ബിസിനസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ ആണോ? ആണോ? ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട്. ആഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട്. എന്റെ അച്ഛനും ഉണ്ട്, എന്റെ അമ്മയ്ക്കും ഉണ്ട്. ഞങ്ങൾ തറവാട്ടുകാർ മൊത്തം ഇൻസ്റ്റാഗ്രാം പേജ്. എത്ര മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആയി? മില്യൻസ് ആയില്ല, തുടക്കക്കാരാണ് ഞങ്ങൾ. ആകെ 4 പേര്. അതിന് മൊത്തം ഞങ്ങളുടെ കുടുംബക്കാര്. സോ അപ്പൊ അതിന്റെ കൊളാബറേഷൻ ആണോ? അതിന്റെ കൊമേഴ്സ്യൽസും കാര്യങ്ങളൊക്കെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇനാഗ്രേഷൻ അല്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്, കൊളാബറേഷൻ ആണ്. ഞാൻ എനിക്കൊരു മോഡലിന്റെ ആവശ്യമായതുകൊണ്ടുള്ളത് കാരണം. പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. നേരത്തെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, ഫ്രണ്ട്സ് ആണ്. അപ്പം എന്റെ ചെറിയ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. എന്താണ് ഈ പ്രൊഡക്റ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡലിനെ ഫ്ലവർ ഷോപ്പ്? പിന്നെ തേങ്ങ കച്ചവടം, പൂക്കൾ. എന്താ ഓർക്കിഡ്, ആന്തൂറി അല്ലെ ഇമ്പോർട്ട് ചെയ്ത ഹോളണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഫ്ലവേഴ്സ് ആണോ? അങ്ങനെയൊക്കെ നമ്മൾ ഇനി കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് നമ്മളത് അങ്ങനെ മേടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ ഈ കേരളത്തിലൊക്കെ സുലഭമായിട്ടുള്ള പൂക്കളാണ് ഞാൻ ആക്ച്വലി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് പറഞ്ഞു തരുമോ? താങ്ക് യു. ഇതാണ് ഫ്ലവർ. ജസ്റ്റ് വനജ ഫ്ലവർ ഷോപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. താമരയ്ക്ക് ഒരു ബൂസ്റ്റപ്പ്, എക്സ്ട്രാ ബൂസ്റ്റപ്പ് വേണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. വിത്ത് യുവർ പെർമിഷൻ. ചെന്താമരപ്പൂക്കൾ ഫ്രഷ് ആയിട്ടുള്ള ചെന്താമരപ്പൂക്കൾക്ക് വേണ്ടി സമീപിക്കൂ വനജ സ്റ്റോർ. അങ്ങനെ അങ്ങോട്ട് വേണോ? അതാ ഞാൻ പറയാം, സ്ക്രിപ്റ്റ് ഇല്ല. ആൾക്കാരത് പരസ്യമാണെന്ന് തോന്നരുത്, വന്ന് റാഞ്ചി കൊണ്ടുപോകണം. ഇത് കേട്ടാ റാഞ്ചി കൊണ്ടുപോകുന്ന സാധ്യത കുറവാണ്. വനജ സ്റ്റോഴ്സ്. അത്രയും പോരെ? പൂവിനെ ബൂസ്റ്റ്. വനജ സ്റ്റോഴ്സിൽ മാത്രം ലഭ്യമാവുന്ന താമരപ്പൂ, ചെന്താമരപ്പൂ. ബാക്കി നിസ്സാരമായ തുച്ഛമായ വിലകൾക്ക് സമീപിക്കുക വനജ പൂ സ്റ്റോർ. അത്തത്തിനായാലും അത്തച്ചമയത്തിനായാലും നിസ്സാരമായ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വന്നോളുക, മേടിച്ചോളുക. ഫ്രം വനജ പൂ സ്റ്റോർ. ഇനി ഇങ്ങനെ ചാർജസ് കൂടും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് റോസ്. അപ്പൊ നമുക്ക് ഈ പ്രണയിനി അങ്ങനെയുള്ളവരെയും കൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ. അങ്ങനെ കവിതാക്കളെ നോക്കുവിൻ, വരുവിൻ, വാങ്ങുവിൻ. അങ്ങനെ അങ്ങോട്ട് പറയാം. കവിതാക്കളെ നോക്കുവിൻ, വരുവിൻ, വാങ്ങുവിൻ. വനജ പൂ സ്റ്റോർ, ഫ്ലവർ സ്റ്റോഴ്സ്. അത് നിർബന്ധമാണ്. വനജ കേട്ടോ, എന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് പൂക്കട എന്ന് പറയുന്നത്. അങ്ങനല്ല, ഫ്ലവർ സ്റ്റോഴ്സ്, വരുവിൻ, വാങ്ങുവിൻ. ഹേയ് എന്ന് ചേർത്തോ. ഹേയ് കവിതാക്കളെ നിൽ. അങ്ങനെ പറയൂ, പെട്ടെന്ന് പറയൂ. ഹേയ് കവിതാക്കളെ നിൽ. ബാക്കി ഒന്ന് നോക്കുവിൻ. എല്ലാം പറഞ്ഞു തന്നെ. ഹേ കവിതാക്കളെ നിൽ, വരുവിൻ, വാങ്ങുവിൻ. ഇന്നാ നിങ്ങളുടെ പ്രണയം പൂവണിയാൻ ഫ്ലവേഴ്സ് ഷോ, അതും വനജയുടെ. ഹേ കവിതാക്കളെ നിൽക്കുവിൻ, വരുവിൻ. ഓക്കെ, സാരമില്ല. അപ്പൊ ഡയലോഗ് ഞാൻ പിന്നെ അത് പഠിപ്പിച്ച് തരാം. നമുക്ക് പിന്നെ ഒരു മോഡലായിട്ടൊരു റാം വർക്ക് വേണം. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ തന്നെ പിടിച്ചോ കേട്ടോ. അങ്ങനെ പിടിച്ചോണ്ടോ? അങ്ങനെ പിടിച്ചോണ്ടോ. എങ്ങനെയാണെന്ന് വെച്ചാ യുവർ കംഫർട്ട് ഈസ് മൈ കംഫർട്ട്. പഠിച്ചതിന്റെ ഇടയ്ക്കൊക്കെ പോയി പഠിച്ചു. അത് പറയണ്ട. സെന്ററിൽ നിന്ന് നടന്നു. എത്രയും ദൂരം പോകണം? റാം വർക്ക്.
ഓക്കെയാണ്. ഓക്കെ ആണോന്ന് ചോദിച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും. ഒരു ഷോട്ട് ഒന്ന് കാണിക്കാവോ? ഒരു പ്രാക്ടീസ് ആയിട്ട് ഒന്ന് നടന്നു വരാമോ? ഞാനോ? ഭയങ്കര രസമായിരിക്കും. ആക്ച്വലി അത് നോക്കാം, ഗ്ലാസ് വെക്കണം. ഓ ഇങ്ങനെയും ധരിക്കാമല്ലേ? പിന്നല്ല. മ്യൂസിക് പ്ലീസ്. യെസ്. ഫ്ലവർ സ്റ്റോഴ്സ്. യെസ്. ഈ സാധനം കിട്ടണമായിരുന്നു. ഞാൻ ഒന്നും കൂടി ഒന്ന് എനിക്ക് മതി, മതി. താങ്കളിൽ വിശ്വാസമാണ്. അല്ല ഷെഫേ, ഇത് എന്റെ ബിസിനസിന്റെ കാര്യമാണ്, അല്ലാതെ തേങ്ങ വറക്കുന്നതിന്റെ കാര്യമല്ല. സോറി. അതായത് വേറെ എന്തെങ്കിലും പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. പൂ സംബന്ധമായിട്ട് പാട്ടറിയില്ല. പൂ സംബന്ധം വേണ്ട, പച്ചക്കറി ഒന്നും വേണ്ട, അല്ലാതെ വേറെ എന്തെങ്കിലും. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഈ കട എവിടാ? അത് പറയാം ഷെഫേ, പ്ലീസ്. ഷെഫിന് അല്ല, ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇത്രയും വലിയ സ്റ്റൈലായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വനജ ഇങ്ങനെ കാണുന്നത് തന്നെ. ഓക്കെ, ഞാൻ പാട്ട് കഴിഞ്ഞ് ഇത് പറയുന്നു, ഞാൻ പോകുന്നു. പ്രതീക്ഷയോടെ ഞാൻ പോകുന്നു. വനജ ഫ്ലവർ സ്റ്റോഴ്സ് പറ. പാട്ട് പാടും. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണനെ. ഇങ്ങനെയുള്ള സർഗാത്മകമായ കഴിവുകൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറി? അത് പൂവല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഷെഫിന്റെ സംശയം എന്തായിരുന്നു? ഇത് എവിടെയായിരുന്നു ഷോപ്പ്? നമ്മളെ ഒന്നും വിളിക്കുന്നില്ല. ഇത്ര ഭയങ്കര എനിക്ക് വനജ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് പല ഇതിന്റെ മുമ്പ് പല പല സംഭവങ്ങളൊക്കെ അതൊന്നും പറയട്ടെ. എന്ത് ചേഞ്ച് ടൈമില്ല. ആക്ച്വലി എന്റെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ടൈമായി. ഷെഫിന്റെ ഇല്ലൂ സ്റ്റോക്കിന് എനിക്ക് സമയമില്ല. എന്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണായ ഒരു ഏരിയയിലാണ്. അതായത് ഒരു ടെമ്പിളിന്റെ ആ ഒരു ഏരിയ പിടിച്ചിട്ട്. എത്ര സ്ക്വയർ ഫീറ്റ്? ടെമ്പിളിന്റെ സ്ക്വയർ ഫീറ്റ് അളന്ന് നോക്കാൻ അമ്പലത്തിൽ വിളിക്കട്ടില്ല. ബിസിനസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഏറിയേറി വരുന്നു. ഞാൻ കൈ ഏറിയേറി വരുന്നതേ ഉള്ളൂ. എവിടെ, ഏത് ടെമ്പിൾ ആണ്? അതെ, ടെമ്പിൾ എന്നൊക്കെ പറയുമ്പോ എല്ലായിടത്തും ടെമ്പിൾ ഉണ്ടല്ലോ. ഞാൻ തിരക്കനുസരിച്ച് ഓരോ ടെമ്പിൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് മൊബൈൽ ഷോപ്പിംഗ് ആണോ? മൊബൈൽ ഷോപ്പിംഗ് അല്ല. അതായത് ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഇതുപോലുള്ള ഭംഗിയുള്ള കൊട്ടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്, ചേച്ചി മുല്ലപ്പൂ വേണോ? പൂക്കൊട്ട വെച്ചിരിക്കുന്നതാണ് അമ്പലത്തിന് മുമ്പേ. ആദ്യം കൊട്ടയിൽ തുടങ്ങിയിട്ട് പിന്നെ കൊട്ടാരത്തിലേക്ക് പോകാനാണ് എന്റെ പ്ലാൻ. അതായത് അമ്പലത്തിൽ വരുന്നവർക്ക് പൂ അത് വാങ്ങിച്ച് പൂജയ്ക്കുള്ള എന്താ നല്ലല്ലേ? അങ്ങനെയുള്ള ബിസിനസിനെ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ മോഡലായിട്ട് ചെത്തി മന്ദാരം തുളസി കച്ചവടമാണ്. അതായത് വലിയ വലിയ കടകൾക്ക് ഇപ്പം പരസ്യത്തിന്റെ ഒരു ആഡ് വേണ്ടെന്ന് തോന്നുന്നു. എന്നെ പോലുള്ള ചെറിയ ചെറിയ കടകൾക്ക് ഇതുപോലുള്ള വലിയ സെലിബ്രിറ്റീസ് വന്നൊന്ന് ആഡ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെയുള്ള പാവങ്ങള് ഇതുപോലെ കൊട്ടയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകാൻ പറ്റും. ഞങ്ങളെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങ് വളരും. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. ഈ വനജ ഫ്ലവർ ഷോപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഷോപ്പാണ്. തിരുവോണത്തിനാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് മാഡം വരണം. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. എവിടെയാ വരണ്ടേ? ഞാൻ അറിയിക്കാം. ഞാൻ എന്തായാലും വിളിക്കാൻ. നമ്പരൊക്കെ മേടിക്കാനായിട്ട് ഞാൻ അവിടെ തന്നെ കാണും കേട്ടോ. ഇപ്പൊ ഉള്ള അമ്പലം ഏതാണെന്ന് അറിയത്തില്ല. അടുത്തൊരു അമ്പലം തപ്പി പിടിക്കണം. ഷെഫ് എന്തായാലും വരണം. ബട്ടറും നെയ്യും ഒക്കെ ഇട്ടൊരു പായസവും വേണം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. കണ്ണാടി എടുത്തായിരുന്നോ? ഓക്കെ. നമ്മുടെ പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയുടെയും ഒരു സങ്കര ഇനം കറി, സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി ഒരു അവസാനമായിട്ട് ചോദ്യം. അപ്പം ഈ നമ്മൾ ചോദിക്കാണ്ടിരുന്നത് ഇത്രയും മൂവിയുടെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആസിഫ് അലി അവരൊക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. സോ ദാറ്റ് ഇസ് എ ബെസ്റ്റ് തിങ്. കാര്യം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ആക്ട് ചെയ്യാനൊരു പ്രചോദനമാണ്. സോ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഡിറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ദ ഹോൾ എല്ലാവരും ഫാമിലി പോലായിരുന്നു. സോ ഐ തിങ്ക് ഞാൻ ചെയ്തിരിക്കുന്ന മൂവീസിലെല്ലാം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നത് കൊണ്ടും ആ ഒരു എന്താ പറയുക പിന്തുണ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പെർഫോം ചെയ്യുന്നത് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും.
തന്നെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന റെസിപ്പി പറയുന്നത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള പണിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കണം. അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, ഉലുവ, വത്തൽമുളക്, ശർക്കരയുടെ പാവ് കാച്ചിയതും പുളിവെള്ളം പിഴിഞ്ഞതും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇത് പുളിയിഞ്ചിയുടെയും ഇഞ്ചിക്കറിയും കൂടെ ഒരു മിക്സാണ്. ഇഞ്ചി നല്ലപോലെ സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത് നല്ലപോലെ മൂപ്പിച്ച് കരിയാണ്ട് മൂപ്പിച്ചിട്ട് മിക്സിക്കകത്ത് വറുത്ത് പൊടിച്ചെടുക്കുന്ന പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ ഇടുക, വത്തൽമുളക് ഇടുക, പച്ചമുളക് ഇടുക, കറിവേപ്പില ഇടുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഗാർലിക്കും ചോപ്പ് ചെയ്ത ജിഞ്ചറും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം നമ്മുടെ വറുത്ത് പൊടിച്ച ഇഞ്ചിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരല്പം വെള്ളം ചേർത്തിട്ട് വാളൻ പുളി പിഴിഞ്ഞത് ചേർത്ത് ശർക്കര പാവ് കാച്ചിയതും കൂടെ കഴിച്ച് അതിൻ്റെ മധുരവും പുളിയും എരിവും എല്ലാം സമാസമാക്കുമ്പം പൊടിക്ക് LG കൂട്ടുകായവും ചേർത്ത് ഉപ്പ് ബാലൻസ് ആക്കിയാൽ ഇഞ്ചിക്കറി പുളിയിഞ്ചിയുടെ മിക്സ് റെഡിയാണ്. അപ്പം ഹനക്കിത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് കുറേ നേരമായിട്ട് യെസ്. അടിപൊളിയാ. അതായത് ഈ പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസാണ്, ഇഞ്ചിക്കറി കുറച്ച് തിക്കാണ്. അപ്പോൾ പുളിയിഞ്ചിയുടെ ആ ചോപ്പ് ചെയ്ത ഇഞ്ചിയുടെ ഫ്ലേവർ അതിനകത്ത് ബൈറ്റ് ചെയ്ത് കിട്ടും. എന്നാൽ ഈ വറുത്ത് പൊടിച്ച ആ ഇഞ്ചിപ്പൊടിയാണ് ഇതിന് തിക്നെസ് വരുന്നത്. അപ്പോൾ നല്ല ഇത് പണ്ട് കാലത്ത് ആ ഇഞ്ചിക്കറി എന്നൊക്കെ പറഞ്ഞ ഗർഭിണികൾ പ്രസവിച്ച് കുഞ്ഞിന് ആയിട്ടുള്ള ഫസ്റ്റ് അവരുടെ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാവും, ഒരു ഇഞ്ചിക്കറി നിർബന്ധമാവും, ചോറൊക്കെ വെച്ചിട്ട്. അന്ന് പഴയ കാലത്തെ അമ്മമാരൊക്കെ ഈ പ്രസവത്തിന് ശേഷം നിർബന്ധമായിട്ട് ഒരു 2 മാസം 3 മാസം ഇഞ്ചിക്കറി കൂട്ടിയാണ് അവർ കഴിക്കുക. അപ്പോൾ അത്തരം ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഷെഫ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷം ഈ ഒരു ഓണത്തിന് നമ്മളോട് വരാനും വളരെ ക്ലാരിറ്റിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം. അത് തീർച്ചയായിട്ടും പിന്നെ വായനയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ധ്യാനത്തിലാവുക എന്നൊന്നുമല്ല, അതിനേക്കാട്ടിൽ നമ്മുടെ മനസ്സിന് ഒരു കൺട്രോൾ കൊടുത്ത് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 2012 തൊട്ട് 2026 വരെ ചെയ്തതിൻ്റെ ക്ലാരിറ്റി മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. എന്തായാലും ഇതിന് വന്നതിന് സമ്മാനം തരാൻ പോവാണ്. അപ്പോൾ LG കൂട്ടുകായത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ പ്രേക്ഷകരോട്, ഫ്ലവേഴ്സിലെ പ്രേക്ഷകരോട് 2 വാക്ക് പറയാം, ഓണാശംസകൾ നേരാം, ഇന്നത്തെ എക്സ്പീരിയൻസ് പറയാം. ഇറ്റ്സ് അപ് ടു യു. ഓ യെസ്. ആദ്യം തന്നെ ഫ്ലവേഴ്സ് ചാനൽ ഒത്തിരി നന്ദി എന്നെ ഇവിടെ ക്ഷണിച്ചതിന്. ആൻഡ് ഷെഫ് താങ്ക് യു. ഇതുപോലെ നല്ല പുളിയിഞ്ചി കഴിക്കാൻ പറ്റിയിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒത്തിരി സംസാരിക്കാൻ പറ്റി. ഞാൻ ഇപ്പോഴും പ്രോഗ്രാം കാണാറുണ്ട്, അപ്പം ഷെഫിനെ കാണാൻ പറ്റിയിൽ ഒത്തിരി സന്തോഷം. ആൻഡ് ഫ്ലവേഴ്സ് TV വൺസ് അഗൈൻ ഐ തിങ്ക് 3ാമത്തെ തവണയാണ് ഞാൻ ഫ്ലവേഴ്സ് ചാനൽ വരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ആൻഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അടിപൊളി ഓണം ആകട്ടെ. ആൻഡ് ഷെഫ് പറഞ്ഞ റെസിപ്പി ഫോളോ ചെയ്യുക. അപ്പോൾ ഓണസദ്യയിൽ ഇതൊരു ഭാഗമാക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഓണക്കൂട്ടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ വരുന്നവരെ താങ്ക് യു so much.